അന്ന് ആ പുലർച്ചെ 4 മണിക്ക് വീടിൻ്റെ പിൻവാതിൽ പതുക്കെ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ മാളവികയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജനാലയ്ക്കൽ തൂക്കിയിട്ട അച്ഛൻ്റെ ഉടുപ്പും അടുക്കളയിൽ നിന്ന് വരുന്ന അമ്മയുടെ എണ്ണയുടെ മണവും അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥ് നൽകിയ പ്രണയത്തിൻ്റെ ലഹരിയിൽ അവൾ അതെല്ലാം മറന്നു. നീ വന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നവൻ്റെ വാക്കിനപ്പുറം മറ്റൊരു സത്യവും അവൾക്കന്ന് കാണാൻ കഴിഞ്ഞില്ല. അച്ഛൻ്റെ കരച്ചിലും കുടുംബത്തിൻ്റെ അന്തസ്സും ഒരു പുലരിയുടെ ഇരുട്ടിൽ അവൾ ഉപേക്ഷിച്ചു. അവൻ്റെ ബൈക്കിൽ പിന്നിലിരുന്ന് പറക്കുമ്പോൾ ഒരു പുതിയ ലോകം കീഴടക്കാൻ പോകുന്ന ആവേശത്തിലായിരുന്നു അവൾ. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ചാഴ്ചകൾ മധുരമുള്ളതായിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞതോടെ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. പ്രണയിക്കുമ്പോൾ കണ്ട ആ കള്ളച്ചിരികൾ മാഞ്ഞു. പകരം അധികാരവും സംശയവും ക്രൂരതയും നിറഞ്ഞ ഒരു മനുഷ്യനെയാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഫോൺ ഉപയോഗിക്കാനോ എന്തിന് ഒന്ന് ചിരിക്കാനോ അനുവാദമില്ലായിരുന്നു. അവൾ കണ്ട സ്വപ്നങ്ങളെയും കരിയറിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ അവളെ പുച്ഛിച്ചു. നിന്റെ ജോലിയെ എൻ്റെ വീട്ടിലെ അടുക്കളയിലാണ് എന്നതായിരുന്നു അവൻ്റെ മറുപടി. അതിനിടയിലാണ് അവൻ മറ്റൊരു മുഖം കൂടി കാണിച്ചു തുടങ്ങിയത്. അവൻ്റെ ഫോണിൽ നിരന്തരം വരുന്ന മെസ്സേജുകളും മറ്റു പെണ്ണുങ്ങളുമായുള്ള ചാറ്റുകളും മാളവിക കണ്ടുപിടിച്ചു. അത് ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ അവൻ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. എന്നാൽ പിന്നീടത് ചോദിക്കുമ്പോൾ അവൻ ഉപദ്രവിക്കാൻ തുടങ്ങി. നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ എന്ന ആക്രോശത്തോടെയുള്ള മർദ്ദനങ്ങൾ പതിവായി. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ അവൾ ഗർഭിണിയായി. ഗർഭകാലം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ട സമയമാണ്. എന്നാൽ മാളവികയ്ക്ക് കിട്ടിയത് വേദന മാത്രമായിരുന്നു. ഒരിക്കൽ അവൻ്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് ചോദിച്ചതിൻ്റെ ദേഷ്യത്തിൽ നിലത്തു വീണുപോയ അവളുടെ നടുവിന് നോക്കി അവൻ ആഞ്ഞു ചവിട്ടി. വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ അച്ഛനെയും അമ്മയെയും വിളിച്ച് കരയാൻ അവൾക്ക് തോന്നി. പക്ഷേ അവരെ ധിക്കരിച്ച് ഇറങ്ങിപ്പോന്നവൾക്ക് എന്തവകാശം എന്നവൾ സ്വയം ശപിച്ചു. പ്രസവത്തിന് ശേഷം മാളവികയുടെ ശരീരം ഒന്ന് തടിച്ചു. ആ മാറ്റങ്ങളെ അവൻ ക്രൂരമായി പരിഹസിച്ചു. നിന്നെപ്പോൾ കണ്ട എനിക്ക് ഓക്കാനും വരുന്നു, ഒരു വിരൂപയായി മാറി നീ എന്നവൻ്റെ വാക്കുകൾ അവളുടെ സ്ത്രീത്വത്തെ തകർത്ത് കളഞ്ഞു. അവൻ്റെ ഈ ക്രൂരതകൾ പുറത്തറിയാതിരിക്കാൻ അവനൊരു പുതിയ അടവ് പയറ്റി. മാളവികയ്ക്ക് സംശയരോഗമാണെന്നും അവൾക്ക് മാനസിക പ്രശ്നമാണെന്നും അവൻ തൻ്റെ വീട്ടുകാരോടും നാട്ടുകാരോടും പറഞ്ഞു വരുത്തി. പുറത്ത് മാന്യനായി അഭിനയിക്കുന്നത് കൊണ്ട് എല്ലാവരും അവന് വിശ്വസിച്ചു. രാത്രികളിൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കിടന്ന് അവൾ വിങ്ങിക്കരഞ്ഞു. അന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന കുറ്റബോധം അവളെ ഓരോ നിമിഷവും നീട്ടി. സ്വന്തം കാലിൽ നിൽക്കാനോ ഒരിടത്തേക്ക് പോകാനോ കഴിയാത്ത വിധം അവൾ തളർന്നു പോയിരുന്നു. താൻ നട്ടുനനച്ച പ്രണയം ഒരു വിഷച്ചെടിയായി വളർന്ന് തന്നെ തന്നെ വിഴുങ്ങുന്നത് അവൾ നിസ്സഹായയായി നോക്കി നിന്നു. ഇനിയാണ് മാളവികയുടെ അതിജീവനത്തിൻ്റെ കഥ. അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.